എന്താണ് ദൈവത്തിന്റെ തിരുവചനം മാതാപിതാക്കളെ കുറിച്ച് പറയുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 27-ാം തിരുവചനം ശ്രവിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? കണ്ടോ പ്രിയരെ, കർത്താവിന്റെ വചനം പറയുക, അവര് നിനക്ക് വേണ്ടി ചെയ്തു തന്ന ആ ത്യാഗത്തിന്, ആ ദാനത്തിന് നിനക്ക് എന്ത് പ്രതിഫലം നൽകാൻ സാധിക്കും? അതുകൊണ്ട് ആ വചനം ഓർമ്മിപ്പിക്കുന്നത്, ഇതാ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തു പെറ്റ അതിന്റെ അമ്മയെ നീ ഒരിക്കലും മറക്കരുത് എന്ന് വചനം പറയുക. മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വഴികൾ തുറക്കുന്ന ചാലുകളാണ് ഈ മാതാപിതാക്കൾ. മാതാപിതാക്കളെ അനുഗ്രഹമാണ് ഓരോ മക്കളും സ്വീകരിക്കേണ്ടത്. ഇതുകൊണ്ട് തന്നെ നിന്റെ മാതാപിതാക്കളെ കണ്ണീര് വീഴാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ മാതാപിതാക്കൾ വേദനിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ മാതാപിതാക്കൾ നൊന്തു പോയിട്ടുണ്ടെങ്കിൽ, നീ കാരണം, ഒരുപക്ഷെ നിന്റെ വാക്കുകൾ കാരണം ഈ മാതാപിതാക്കൾ വേദനിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ, നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, ഈ മാതാപിതാക്കളുടെ അനുഗ്രഹമാ നിന്റെ കുടുംബവും നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടുക. അല്ലാതെ ഈ മാതാപിതാക്കളുടെ ശാപമല്ല ഓരോ മക്കൾക്കും കിട്ടേണ്ടത്. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ചാലുകളാ മാതാപിതാക്കൾ. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ചാലുകളാ മാതാപിതാക്കൾ. ഒന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ചാനലുകളാണ് മാതാപിതാക്കൾ. ഈ ചാനലുകളിൽ നിന്ന് ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. വീണ്ടും ദൈവത്തിന്റെ വചനം നമുക്ക് തരികയാണ്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം തിരുവചനം. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം തിരുവചനം നമുക്ക് വായിക്കാം. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക, ഇതാ പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അപ്പനെ ബഹുമാനിക്കുന്നവൻ, അമ്മയെ ബഹുമാനിക്കുവൻ, ഇന്നോളം അവന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് ഈ മാതാപിതാക്കളുടെ ബഹുമാനമെന്ന് കർത്താവിന്റെ വചനം ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾ അവരാരാ? അവര് അനുഗ്രഹത്തിന്റെ ചാനലുകളാ. അവരെ നാം ബഹുമാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് എന്ന് പറയുകയാണ്. വീണ്ടും വചനം ഓർമ്മിപ്പിക്കുകയാണ്, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. അമ്മയെ മഹത്വപ്പെടുത്തിയ അവന് ആത്മീയമായ നിക്ഷേപങ്ങൾ അവന് കൂട്ടി വെക്കപ്പെടും. അച്ഛൻ്റെ അടുത്ത് ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരപ്പനും അമ്മയും കൂടി കടന്നു വന്നിരിക്കുക. ഈ അപ്പനും അമ്മയും എന്നോട് പറഞ്ഞു, അവിടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ. സാമാന്യം നല്ല സമ്പത്തുള്ള കുടുംബ, മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു, നല്ല ആഘോഷമായി വിവാഹമൊക്കെ കഴിഞ്ഞു. പക്ഷേ 5 വർഷമായി മകൾക്ക് കുഞ്ഞില്ല എന്നുള്ള വേദനയാണ് ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത്. അച്ഛാ പ്രത്യേകം പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം ഇതാണ്, മകൻ MBBS MD കാര്യങ്ങളൊക്കെ പാസ്സായി, നല്ല ജോലിയുണ്ട്. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ വിവാഹം നടക്കുന്നില്ല. 2 മക്കളുള്ളൂ. ഇതിനുശേഷം എന്നോട് പറയുകയാണ്, അച്ഛാ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരാവോ, അച്ഛ വന്ന് പ്രാർത്ഥിക്കാവോ? എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സമ്പത്തുണ്ട്, ഞങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു, ഞങ്ങൾ റിട്ടയർ ചെയ്തു, മക്കളെയൊക്കെ നല്ലപോലെ പഠിപ്പിച്ചു, 2 മക്കളും ഡോക്ടേഴ്സാ. പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ പശകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കൃപയില്ലാത്ത അവസ്ഥ, അഭിഷേകമില്ലാത്ത അവസ്ഥ. അങ്ങനെ എന്നെ അവിടെ വീട് വെഞ്ചരിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നു. മനോഹരമായിട്ടുള്ള വീടാണ്. ആ വീട് ഞാൻ വെഞ്ചരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഓരോ മുറിയിൽ ഹന്നാ വെള്ളം എടുത്തുകൊണ്ടുപോയി ഓരോ മുറിയും സ്ഥലങ്ങളും ചുറ്റുപാടുകളും കിണറും എല്ലാം വെഞ്ചരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അടുക്കളയുടെ അവിടെ എത്തി. അവിടെ ചെന്നപ്പോൾ അടുക്കളയോട് ചേർന്ന് ഒരു മുറിയുണ്ട്. ഞാൻ ഈ സമയത്ത് ചോദിച്ചു, അവിടെ ആരുടെയോ പെരുമാറ്റം കേൾക്കുന്നുണ്ടല്ലോ, അവിടെ ആരാണ് ആ മുറിയിലുള്ള എന്ന് ചോദിച്ചു.
ഈ സമയത്ത് ആദ്യം എന്നോട് ഒന്നും പറഞ്ഞില്ല. വീണ്ടും ഞാൻ ചോദിച്ചു, ഞാൻ കേട്ടിട്ടില്ല എന്ന് വിചാരിച്ച് ചോദിച്ചു, ആ മുറിയിൽ ആരാണുള്ളത്? ഈ സമയത്ത് ഈ അപ്പൻ പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ മാതാപിതാക്കളാണ് അവിടെ. ഞാൻ ഒന്നും നോക്കിയില്ല, ഹന്നോമ്പിളി വിളിച്ചോണ്ട് ആ മുറിയിലേക്ക് കയറി ചെല്ലുക. ഞാൻ ഈ പ്രായമായി ഇരിക്കുന്ന ഈ മാതാപിതാക്കൾ അവരോട് ചോദിച്ചു, ദേ നിങ്ങൾക്ക് സുഖാണോ എന്ന് ഞാൻ ചോദിച്ചു. ആ സമയത്ത് ഈ അമ്മ പറഞ്ഞ മറുപടിയുണ്ട്, അച്ഛാ എന്ത് സുഖ അച്ഛാ, ദേ പശുക്കളെ നോക്കുന്ന പോലെ ഞങ്ങളെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പശുക്കളെ നോക്കുന്ന പോലെ ഞങ്ങളെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മുറിയിൽ നിന്ന് പുറത്തു പോകാൻ അനുവാദമില്ല. മരുമോൾക്ക് ഞങ്ങൾ പുറത്തിറങ്ങുന്നത് ഇഷ്ടമില്ല. ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടല്ലോ, ഈ വാതിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും, ഞങ്ങൾ എടുത്ത് കഴിച്ചേക്കുക. ഞങ്ങൾക്ക് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇത് അവകാശമില്ല, മരുമോൾക്ക് ഇഷ്ടമില്ല. ഈ അമ്മ കരഞ്ഞുകൊണ്ട് പറയുക. പ്രിയപ്പെട്ടവരെ, ഈ അപ്പനും ഈ അമ്മയോടും ഞാൻ കുറച്ചു നേരം സംസാരിച്ചു. ഞാൻ വീഡിയോ വെഞ്ചരിപ്പൊക്കെ അവിടെ വെച്ച് നിർത്തി ആ കുടുംബത്തിൽ ഞാൻ ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, 5 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും ഇവർ വിളിച്ചിരിക്കുക, അച്ഛാ ഒന്ന് വീട്ടിൽ വരാമോ? ഞാൻ ചോദിച്ചു, എന്തിനാ? ആ സമയത്ത് ഈ ഭർത്താവിനോട് പറയുകയാണ്, അച്ഛാ ഭാര്യയ്ക്ക് ക്യാൻസറാ, അത് 4th സ്റ്റേജ് ആയിരിക്കുന്നു, അച്ഛൻ വന്നൊന്ന് പ്രാർത്ഥിക്കാവോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ആ കുടുംബത്തിലെ പിന്നെ ഞാൻ ചെല്ലുന്ന എപ്പോഴാണെന്നറിയോ, ഈ മരുമോളും മരിച്ചു എന്നുള്ളൊരു വാർത്ത അച്ഛന് കേൾക്കാൻ ഇടവന്നു. ഞാൻ സങ്കടത്തോടുകൂടെ ആ കുടുംബത്തിലേക്ക് കടന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മാതാപിതാക്കൾ സംതൃപ്തിയോടുകൂടിയാണ് ജീവിക്കുന്നത്. ആ മാതാപിതാക്കൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ടോ? പ്രായമായ മാതാപിതാക്കൾക്ക് നല്ല ചികിത്സ കിട്ടുന്നുണ്ടോ? ഈ മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ പണത്തിന് വേണ്ടി ഇത് തെണ്ടേണ്ട അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുന്നുണ്ടോ? നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ? വചനം പറയുകയാണ്, പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് തിരുവചനം കാണാൻ സാധിക്കും. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം തിരുവചനം വായിച്ചു. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പറയുക. ഈ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. ഈ അപ്പന്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും അനുഗ്രഹമാണ് മക്കൾക്ക് കിട്ടേണ്ടത്, അല്ലാതെ ശാപമല്ല കിട്ടേണ്ടത്. അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങളുടെ മാതാപിതാക്കൾ സംതൃപ്തരാണോ? നിങ്ങളുടെ മാതാപിതാക്കൾ സംതൃപ്തിയോടുകൂടെ മരണമടഞ്ഞ മാതാപിതാക്കളാണോ? നിങ്ങളുടെ മാതാപിതാക്കൾ സംതൃപ്തരാണോ? ആ മാതാപിതാക്കളെ കണ്ണുനീര് നിങ്ങൾ കാരണം വീടാൻ ഇടവന്നിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ ഈ മാതാപിതാക്കൾക്ക് ആവശ്യത്തിന് വേണ്ട പരിചരണം, ആവശ്യത്തിന് വേണ്ട ഭക്ഷണം, ആവശ്യത്തിന് വേണ്ട രോഗിയായിരിക്കാം ആ വേണ്ട പരിചരണകൾ, ഇതുപോലെ തന്നെ പണം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിന്റെ മാതാപിതാക്കൾ നിന്റെ മുമ്പിൽ പണത്തിന് വേണ്ടി കൈനീട്ടേണ്ട വന്നിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചറിഞ്ഞോ, ഇത് 5-ാമത്തെ കൽപ്പനയ്ക്ക് അല്ലെങ്കിൽ 4-ാമത്തെ കൽപ്പനയ്ക്ക് വിപരീതമായ കാര്യമാ നിന്റെ കുടുംബത്തിൽ സംഭവിക്കുന്നത്. നിന്റെ മുമ്പിൽ പണത്തിന് വേണ്ടി നിന്റെ അപ്പൻ അമ്മ കൈനീട്ടേണ്ട വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നീ തിരിച്ചറിഞ്ഞു, മാതാപിതാക്കളെ നീ ബഹുമാനിക്കാതിരിക്കുക. അതാണ് വചനം പറയുന്നേ. ഇത് പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും സുഭാഷിത പുസ്തകം 23-ാം അധ്യായം 22-ാം തിരുവചനം. സുഭാഷിതം 23:22. നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക, വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക, വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വചനം എന്ന് പറഞ്ഞ സുഭാഷിത പുസ്തകം 23:22
വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. ഉറക്കൊന്ന് പറഞ്ഞേ, വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛൻ ഇത് പറയുമ്പോൾ അച്ഛനൊരു പരിചയമുള്ള വ്യക്തി. അദ്ദേഹം അമേരിക്കയിലായിരുന്നു. അദ്ദേഹം അമേരിക്കയിൽ എൻ്റെ ഇടവകയിലുണ്ടായിരുന്ന വ്യക്തിയാണ്. അമേരിക്കൻ ഗ്രീൻ കാർഡൊക്കെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. നല്ല ജോലി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജോലിയെല്ലാം രാജിവെച്ച് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇത്ര പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്? ഈ മനുഷ്യൻ പറയുക, അച്ഛാ, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വാർദ്ധക്യ സഹജമായ രോഗത്താൽ കിടക്കുക. വീട്ടിൽ വേണമെങ്കിൽ എനിക്ക് പണിക്കാരൊക്കെ നിർത്താമായിരുന്നു. അമ്മയെ നോക്കാൻ വേണ്ടി ആര് വേണമെങ്കിലും എനിക്ക് നിർത്താം. പക്ഷേ ഈ അമ്മ എന്നെ വളർത്തിക്കൊണ്ട് വന്നത് ഒരുപക്ഷെ ഈ നാട്ടുകാരെ കൊണ്ട് എൻ്റെ അമ്മേനെ നോക്കിപ്പിക്കാനല്ല, മറിച്ച് എന്ത് കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാലും ഞാൻ തിരിച്ചു പോവുക എൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട്. ഈ മനുഷ്യൻ, ഈ കാക്കനാട വീട്, അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വന്നു. അമ്മയെ നോക്കാൻ വേണ്ടി അദ്ദേഹം കുടുംബം തിരിച്ചു വന്നിരിക്കുക. അമേരിക്കൻ നല്ല ജോലി ഉണ്ടായിരുന്നു, IT കമ്പനിയിൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ജോലി ഉണ്ടായിരുന്നു. 3 മക്കളും അവിടെ പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ്. അമേരിക്കൻ ഗ്രീൻ കാർഡൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണ്. പക്ഷെ അതെല്ലാം അദ്ദേഹം വിട്ടുപേക്ഷിച്ച് ഈ അമ്മ കിടപ്പായി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുക, അമ്മയെ നോക്കാൻ, അമ്മയെ നൽമരണത്തിന് ഒരുക്കുന്നതിന് വേണ്ടി. ഈ സമയത്ത് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമ്മയെ കാണാൻ വേണ്ടി കാക്കനാട് ചെന്നിരിക്കുക. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ ഈ വാർദ്ധക്യ സഹജമായി കിടക്കുമ്പോൾ അമ്മ ഇങ്ങനെ കിടന്ന കിടപ്പ, അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റും. ഈ അമ്മയ്ക്ക് പക്ഷെ എന്ത് കാര്യത്തിനും ഈ മകനും മരുമോളും നോക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത്രയും സ്നേഹത്തോടുകൂടെ അമ്മയെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഈ അമ്മ ഈ മകനോടൊരു ദിവസം പറഞ്ഞു, എന്നോട് മോൻ പറയുക, എന്നോടൊരു ദിവസം പറഞ്ഞു, അച്ഛാ, ഈ അമ്മ പറയുക, മോനെ, നീ എൻ്റെ തലയിൽ, മോനെ, എൻ്റെ കൈയെടുത്ത് നിന്റെ തലയിലൊന്ന് വെച്ചേ. അമ്മയ്ക്ക് കൈവന്തിക്കാൻ പറ്റുന്നില്ല. ഈ അമ്മ മോനോട് പറയുക, മോനെ, ഈ അമ്മയുടെ കൈയെടുത്ത് നിന്റെ തലയിലൊന്ന് വെച്ചേ. ഈ അമ്മ ഈ മോനെ തലയിൽ കൈവച്ച് എന്തൊക്കെയോ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തൊക്കെയോ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചെന്നുള്ള കാര്യം ഈ മോനൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ എന്തൊക്കെയോ 4-5 മിനിറ്റ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഏതാനും ദിവസം കഴിഞ്ഞപ്പം ഈ അമ്മ മരിക്കുക. അമ്മ മരിച്ചു. പക്ഷെ വലിയ സങ്കടത്തോടുകൂടെ അമ്മ മിസ് ചെയ്തതിൻ്റെ, അമ്മ മരിച്ചതിൻ്റെ സങ്കടമൊക്കെ ഈ മകൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മ എൻ്റെ തലയെ കൈവച്ച് എന്തൊക്കെയോ എൻ്റെ ശിരസിൽ കൈവച്ച് അമ്മ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഈ നാട്ടിൽ വന്ന് തുടങ്ങിയിരിക്കുന്ന ബിസിനസ്സുകളൊക്കെ എന്തെന്നില്ലാത്തൊരു വളർച്ചയാ എൻ്റെ ബിസിനസ്സിലുണ്ടായത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മളൊരു കാര്യം തിരിച്ചറിയണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാനാടച്ചൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി, കൈവപ്പ് കിട്ടാൻ വേണ്ടി ദൂരങ്ങൾ താണ്ടി ഈ ജെറുസലേം വസ്ത്രകൂടാരത്തിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെയാണ് ഒരുപാട് മക്കൾ ഓരോ ദിവസവും കാനാടച്ചൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ, അനുഗ്രഹം കിട്ടാൻ വേണ്ടി ജെറുസലേം വസ്ത്രകൂടാരത്തിലേക്ക് വരുന്നത്. എന്നാൽ നീ ചിന്തിക്കുന്നുണ്ടോ, അതിനേക്കാൾ പവറുണ്ട് നിന്റെ അപ്പൻ്റെ ആശീർവാദത്തിന്, നിന്റെ അമ്മയുടെ ആശീർവാദത്തിന്. ഈ അമ്മ നിന്റെ ശിരസ്സിൽ നിന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബം, നീ അനുഭവിക്കുന്ന വേദനകളൊക്കെ ഈ മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന് ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ നിന്റെ അപ്പൻ്റെ കൈയെ നിന്റെ ശിരസ്സിൽ വെച്ചൊന്ന് പ്രാർത്ഥിപ്പിച്ചേ. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ചാലുകളാണ് എന്ന് ഓരോ വ്യക്തികളും തിരിച്ചറിയണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം ഒരു വൈദികനെ കുറിച്ച്. ഈ വൈദികൻ എപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും വീട്ടിൽ നിന്ന് പോരുന്നേക്കാൾ മുമ്പ് അദ്ദേഹം വീടൊക്കെ വെഞ്ചരിച്ച് ആസ്വദിക്കും. അച്ഛൻ്റെ വീട്. എന്നാൽ അച്ഛൻ്റെ വീട്ടിൽ പ്രായമുള്ള മാതാപിതാക്കളുണ്ട്. ഈ വെഞ്ചരിച്ച് ആസ്വദിച്ചതിന് ശേഷം ഈ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ അച്ഛൻ പറയും, എൻ്റെ ശിരസ് നിങ്ങളൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചേ,
മാതാപിതാക്കളുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ഓരോ പ്രാവശ്യവും അദ്ദേഹം ഭവനത്തിൽ നിന്ന് പോരുക എന്ന് ഈ അച്ഛൻ എന്നോട് പറയുക. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കർത്താവിന്റെ വചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനം. പുറപ്പാട് 20:12. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, വീണ്ടും കർത്താവിന്റെ വചനം പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു സ്തുതി കൊടുത്തിട്ട് എത്ര നാളുകളായി? നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് എത്ര നാളുകളായി? നമ്മളൊക്കെ ഉമ്മ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്? മരിച്ചു കഴിയുമ്പോഴാണോ ഈ ഉമ്മ കിട്ടണ്ടേ? മറിച്ച് ജീവിച്ചിരിക്കുമ്പോഴാണ്. വീണ്ടും കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാം തിരുവചനം. കർത്താവിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തവുമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനു വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ മാതാപിതാക്കളെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കുക. 2 കരങ്ങളും യാചനാരൂപത്തെ തുറന്നു വിടച്ച് നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കുക. ഈ മാതാപിതാക്കളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയണം. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർക്ക് നന്മ കൈവരും. മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ ദൈവം തരുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കും. മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ ആയുസ് വർദ്ധിക്കും. വാഗ്ദാനത്തോടുകൂടി ആദ്യത്തെ കൽപ്പനയാണിത്. വീണ്ടും പറയുക, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. വീണ്ടും വചനം പറയുക, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരെ അവരുടെ മക്കൾ സന്തോഷിപ്പിക്കും. വീണ്ടും വചനം പറയുക, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം വേഗം കേൾക്കും. വീണ്ടും വചനം പറയുക, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർ നിത്യജീവൻ അവകാശമാക്കും. വീണ്ടും വചനം പറയുക, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർ മഹത്വം ആർജിക്കും. 9-ാമതായി വചനം പറയുക, മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നുള്ള കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ സാധിക്കും. അങ്ങനെ അനുസരിച്ചാൽ അന്നാണ് നിനക്ക് അനുഗ്രഹം. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം. വീണ്ടും പറയുകയാണ്, മാതാപിതാക്കളുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. 2 കരങ്ങളൊന്ന് തുറന്നു വിടച്ചേ. ഒരുപക്ഷെ അപ്പൻ മരിച്ചു പോയിട്ടുണ്ടാവുക, അമ്മ മരിച്ചു പോയിട്ടുണ്ടാവുക. ഇവരേതെങ്കിലും വാർദ്ധക്യ സഹജമായ കാലഘട്ടങ്ങളിൽ വേണ്ടത്ര ബഹുമാനിക്കാതെ ആദരിക്കാതെ അവർക്ക് അതൊരു സേവനം ചെയ്തു കൊടുക്കാതെ അവർ മരിച്ചു പോയിട്ടുണ്ട്. മാപ്പ് ചോദിക്കുക. മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ഫലവത്താക്കും. 2 കരങ്ങളൊന്ന് തുറന്നു പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ അവർ സംതൃപ്തരാണോ? അവർ സമൃദ്ധിയോടുകൂടിയാണ് ജീവിക്കുന്നത്. അവർക്ക് ആവശ്യത്തുള്ള എല്ലാം നാം കൊടുക്കുന്നുണ്ടോ? അവർക്ക് സമാധാനമുണ്ടോ? നല്ല ഭക്ഷണമുണ്ടോ? അവർക്ക് പൈസ കിട്ടുന്നുണ്ടോ? അവരുടെ മുഖത്ത് ദുഃഖമുണ്ടോ? മ്ലാനതയുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി 2 കരങ്ങൾ കൂടെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. അധരം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഈ അപ്പന്റെ അനുഗ്രഹം മക്കളുടെ ജീവിതങ്ങളെ ഫലവത്താക്കും. അമ്മയുടെ അനുഗ്രഹം മക്കളുടെ ജീവിതങ്ങളെ ഫലവത്താക്കും. 2 കരങ്ങൾ കൂടെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അധരം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ തിരുരക്തം നമ്മുടെ കുടുംബങ്ങൾക്ക് രക്ഷയായി മാറട്ടെ. യേശുവിന്റെ തിരുരക്തം നമ്മുടെ കുടുംബങ്ങളും മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ തിരുരക്തം നമ്മുടെ കുടുംബങ്ങൾ തലമുറകൾ മരിച്ചുപോയവര് വിശുദ്ധീകരിക്കപ്പെടട്ടെ. 2 കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. അധരം തുറന്ന് വിളിക്കുക. ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ 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 യേശുവേ.